അസ്സലാമു അലൈക്കും. ഈ ഖബറിൽ ഒരാളെ മറവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തേത് മൂടുകല്ലാണ് വെക്കുക. നല്ല വെളിച്ചമുണ്ട് അന്നേരം ഖബറിൽ. പിന്നെ ഓരോ സ്ലാബ് മൂടുകല്ല് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇരുട്ടാവും. പിന്നെ ഒന്നായിട്ട് ഇരുട്ടുണ്ടാവുക. പിന്നെ ആ ഖബറിൽ ഒന്നായിട്ട് ഇരുട്ടായി. പിന്നെ ആ മനുഷ്യൻ ഒറ്റക്ക ഇരുട്ടിൻ്റെ ഉള്ളിലായി. അതിന് ശേഷം ഉണ്ടല്ലോ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു 3 പിടി മണ്ണ് വാരിയിടും ആ മൂടുകല്ലിൻ്റെ മേലെ. മിൻഹ ഖലഖനാക്കും വ ഫീഹ നുഈദുക്കും വ മിൻഹ നുഖ്രിജുക്കും താറത്തുൻ നുഖ്റ എന്ന് പറഞ്ഞിട്ട് 3 പിടി മണ്ണ് വാരിയിടും. അതിന് ശേഷം ഒരു തസ്ബീത്ത് ഉണ്ട്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചെല്ലുന്ന ഒരു തസ്ബീത്ത്. ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ആ തസ്ബീത്ത് ചെല്ലുമ്പോൾ. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുഹാൽ, അല്ലാഹുമ്മ അൽഹിൽമുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി, അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വറഹംഹു, അല്ലാഹുമ്മ മിൻഹു മിൻ കുല്ലിൽ ഫസഹ്. ഇതെല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ചെല്ലും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? മയ്യത്തിൻ്റെ പ്രാർത്ഥനയും കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ദുനിയാവിൽ എല്ലാവരും ഉണ്ട്. ആ മനുഷ്യനാണ് പിന്നെ ഒറ്റക്കായത്. നമ്മൾ വിചാരിക്കും നമ്മളെ മരണപ്പെട്ടാൽ നമ്മൾക്ക് എല്ലാവരും ഉണ്ട് എന്നുള്ള. അല്ല, ആ മനുഷ്യൻ ഒറ്റക്കായി. ആ മനുഷ്യൻ്റെ അമലുകൾ മാത്രമായി.